എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഇന്ന് പരിചയപ്പെടുത്തുന്നത് പോളിസി എന്ന് പറയുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ആക്സിഡന്റ് പോളിസി, ആക്സിഡന്റ് കവറേജ് കിട്ടുന്ന ഒരു പോളിസിയാണ്. ഈ പോളിസിയിൽ ഒരു സ്ഥാപനത്തിലെ എല്ലാ വിദ്യാർത്ഥികളെയും ഇൻഷുർ ചെയ്യുകയാണെങ്കിൽ അതിലേതെങ്കിലും ഒരു വിദ്യാർത്ഥികൾക്ക് അല്ലെങ്കിൽ ആർക്കെങ്കിലും ഒക്കെ ഒരു വർഷത്തിൽ, നമ്മൾ പോളിസി എടുക്കുന്ന ഒരു വർഷത്തേക്കാണ്, ആ ഒരു വർഷത്തിനുള്ളിൽ എന്തെങ്കിലും അപകടങ്ങൾ സംഭവിക്കുമ്പോൾ, അതായത് വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ വെച്ചിട്ടോ ഇനി പുറമെ യാത്ര ചെയ്യുന്ന സമയത്തോ അല്ലെങ്കിൽ പുറമെ പോകുന്ന സമയത്തോ അവർക്കൊരു അപകടം ഉണ്ടായാൽ അതിനുള്ള ഇൻഷുറൻസ് കവറേജ്, അതായത് ഡിസബിലിറ്റി, ഡെത്തും, പാർഷ്യൽ ഡിസബിലിറ്റി, ടോട്ടൽ ഡിസബിലിറ്റി, ഡെത്ത്, ഇതൊക്കെ സംഭവിക്കുമ്പോഴും സ്കൂളിന്റെ അകത്ത് വെച്ചിട്ടാണ് ഒരു ആക്സിഡന്റ് സംഭവിച്ചു കഴിഞ്ഞാൽ OP ട്രീറ്റ്മെന്റും കിട്ടുന്ന ഒരു പോളിസിയാണ്. ഇത് കൂടാതെ ആ വിദ്യാർത്ഥിയുടെ പേരന്റ്, അതായത് ആ സ്കൂളിന്റെ രജിസ്റ്ററിൽ ഏത് പേരന്റ് ആണോ ഉള്ളത്, അമ്മയോ അച്ഛനോ ആണെങ്കിൽ അവർക്ക് ഒരു അപകടം സംഭവിച്ച് ഡെത്ത് അല്ലെങ്കിൽ ഡിസബിലിറ്റി സംഭവിക്കുമ്പോൾ ഈ വിദ്യാർത്ഥിക്ക് എടുത്തിട്ടുള്ള അതേ കവറേജ് ആ പേരന്റിനും കിട്ടും. അത് പേരന്റിന് കുട്ടിക്ക് വേണ്ടി കൊടുക്കും, കാരണം കുട്ടിയുടെ വിദ്യാഭ്യാസം മുടങ്ങാതിരിക്കാൻ ആ കവറേജ് കൊടുക്കും. അല്ലാതെ കുറച്ച് ആഡ് ഓൺ കവറുകൾ ഉണ്ട്, അവരുടെ ബാഗ് നഷ്ടപ്പെടുക, അങ്ങനെയൊക്കെ ഉണ്ടാകുന്ന അവസ്ഥയിൽ ആഡ് ഓൺ കവറുകളും ഉണ്ട്. ഇത് പരമാവധി 1 ലക്ഷം മുതൽ 5 ലക്ഷം രൂപ വരെ എടുക്കാം. അത് ആ വിദ്യാഭ്യാസ സ്ഥാപനത്തിലെ മറ്റ് അധ്യാപകർക്കും അനധ്യാപകർക്കും എടുക്കാവുന്ന സ്കീമാണ്. അതൊരു വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ മുഴുവൻ കുട്ടികളെ എടുത്താലാണ് ഈ പോളിസി നമുക്ക് കിട്ടത്തുള്ളൂ. ഇപ്പൊ പലവിധ അപകടങ്ങൾ നമ്മുടെ ഈ കേരളത്തിൽ ഇപ്പൊ എപ്പോഴും വാർത്തയിൽ കേൾക്കാം, അല്ലെങ്കിൽ പേപ്പറിൽ കാണാം. പല സൈസിലുള്ള അപകടങ്ങളാണ് വിദ്യാർത്ഥികൾക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇനിയുള്ള കാലങ്ങളിൽ ഇത് കൂടുകയാണ് ചെയ്യുന്നത്. കാരണം ജനസംഖ്യ കൂടി, റോഡില് വാഹനങ്ങളുടെ എണ്ണം കൂടി, അപകട സാധ്യതകൾ കൂടുതൽ, പേമാരി, പിന്നെ ഇടിവെട്ട്, അങ്ങനെയുള്ള ഒത്തിരി, കൊടുങ്കാറ്റ്, അങ്ങനെയുള്ള ഒത്തിരി കാര്യങ്ങൾ. ഇപ്പൊ ഇവിടെ കോതമംഗലാണ് എൻ്റെ നാട്. ഇവിടെ തന്നെ 3-4 വർഷങ്ങൾക്ക് മുമ്പ് ഒരു സ്കൂൾ ബസ് പോകുമ്പോൾ ഒരു വലിയ മരം മറിഞ്ഞു വീണ് 3-4-5 കുട്ടികളാണ് മരണപ്പെട്ടത്. അപ്പൊ നമുക്ക് ആ സമയത്തൊക്കെ മരണം സംഭവിച്ചിട്ട് അവർക്കൊരു അംഗവൈകല്യമൊക്കെ സംഭവിക്കുമ്പോൾ ചികിത്സാ ചെലവെന്ന് പറയുന്നത് കൂടുതലാണ്. ആ സമയത്ത് അവരെ നമുക്ക് സാമ്പത്തികമായി സഹായിക്കാൻ നിസ്സാര പ്രീമിയത്തിൽ ഈ പോളിസി ആ സ്കൂളിലുള്ള എല്ലാവരും കൂടി ഒരു താല്പര്യം എടുത്ത് ചെയ്യുവാണെങ്കിൽ, ഞാൻ തന്നെ ഇപ്പൊ 2-3 സ്കൂളുകളിൽ ഈ പോളിസി പറഞ്ഞു. 3-4 വർഷങ്ങൾക്ക് മുമ്പ് ഞാനൊരു സ്കൂളിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. അന്നൊന്നും പിന്നെ കുറച്ച് ചികിത്സാ ചെലവൊക്കെ അവർക്ക് കിട്ടി. കാരണം അത് നമ്മുടെ ഡെങ്കു വന്ന സമയമായിരുന്നു, എല്ലാവർക്കും പടർന്നു പിടിച്ച സമയത്ത്. ആ സമയത്ത് ചികിത്സാ ചെലവും കൂടി കിട്ടുന്ന ഒരു സ്കീമാണ് കൊടുത്തത്. പക്ഷെ ഇപ്പോഴുള്ള സ്കീമുകളിൽ അത് കൊടുക്കുന്നില്ല. അപകടങ്ങൾക്ക് മാത്രമാണ് നമ്മൾ ചികിത്സാ ചെലവ് കൊടുക്കുന്നത്. സ്കൂളിന്റെ പരിധിക്കുള്ളിൽ വെച്ചിട്ട് ഒരു അപകടം ഉണ്ടായി, അതിനൊപ്പം തന്നെ നമ്മൾ ഓടി ആ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും. അപ്പൊ നമുക്ക് OP ട്രീറ്റ്മെന്റ് പരമാവധി 10,000 രൂപ വരെ ഈ പോളിസിയിൽ കിട്ടും. അത് എടുക്കുന്ന സമ്മഷ്വേർഡിനനുസരിച്ചിട്ടാണ്. അപ്പൊ 1 ലക്ഷത്തിന്റെ ഒക്കെ എടുക്കുന്നെങ്കിൽ ഏകദേശം 2,000 രൂപയായിരിക്കും കിട്ടുന്നത്. അതൊക്കെ മതി. അതുപോലെ നമുക്ക് വേറെ അപകടം പറ്റി കിടന്ന് ചികിത്സിക്കേണ്ട വന്നാൽ പരമാവധി 1 ലക്ഷം രൂപ വരെ ഇതിനകത്ത് കിട്ടും. 10 ലക്ഷത്തിന്റെ 5 ലക്ഷത്തിന്റെ കവറേജ് എടുക്കുന്ന ആൾക്ക്. ഇങ്ങനെ ഏറ്റവും ബെനിഫിറ്റ് ആയിട്ടുള്ളൊരു പോളിസിയാണിത്. ഇത് സ്കൂളിലുള്ള മാനേജ്മെന്റും അല്ലെങ്കിൽ അധ്യാപകരോ അല്ലെങ്കിൽ പേരൻസോ ഇതൊക്കെ കാണുമ്പോൾ ഇങ്ങനെ ഒരു സ്കീം ഉണ്ടല്ലോ, അല്ലെങ്കിൽ സ്കൂളിന്റെ PTA അംഗങ്ങൾക്കാണ് ഇതിന് കൂടുതൽ ഇതിനകത്ത് അധികാരം പറയാനുള്ള ഒരു സ്വാതന്ത്ര്യമുള്ളത്. അവരിൽ ഇത് ആരെങ്കിലും ഒക്കെ കാണുമ്പോൾ നിങ്ങളുടെ സ്കൂളിന് വേണ്ടിയിട്ട്, നിങ്ങളുടെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഈ ഒരു പോളിസി, പിന്നെ കൂടുതലായിട്ട് എല്ലാവരും എടുക്കണം എന്ന് പറഞ്ഞു. കൂടുതൽ കുട്ടികളുള്ള സ്കൂളിലാണെങ്കിൽ നമുക്ക് കൂടുതൽ ഡിസ്കൗണ്ട് കിട്ടും പ്രീമിയത്തിൽ. നമ്മൾ എടുക്കുന്ന സമ്മഷ്വേർഡ് ഇപ്പൊ ഒരു 2 ലക്ഷത്തിന്റെ പോളിസിയാണ് എല്ലാവർക്കും വേണ്ടെങ്കിൽ 10,000-2,000 കുട്ടികളുള്ളതിലാണെങ്കിൽ ഇപ്പം 400 രൂപ ഒക്കെ വരുന്ന സ്ഥാനത്ത് ശകലോടെ പ്രീമിയം കുറയും. അപ്പൊ 1 ലക്ഷം ഇപ്പൊ സാധാരണ ഞാൻ ഇവിടെ ഒക്കെ കൊടുത്ത സ്കൂളുകളിൽ, ഇപ്പൊ ഒരു സ്കൂളിൽ എൻ്റെ കൂട്ടുകാർ കൊടുത്തിട്ടുണ്ട്, ഞാൻ കൊടുത്തിട്ടുള്ള ഇപ്പൊ 1 ലക്ഷത്തിനൊക്കെ വരുന്നത് 200 രൂപയാണ്. പക്ഷെ നിങ്ങൾക്കത് കൂടുതലായിട്ട് ഉള്ള കുട്ടികളുള്ള സ്കൂളിലാണെങ്കിൽ അതിനകത്തൊക്കെ കുറയുകയും ചെയ്യും. അപ്പം 10,000, 2,000, 2,500 പിള്ളേരൊക്കെ പഠിക്കുന്ന സ്കൂളുകളിൽ കൂടെ നമുക്കിത് കൊടുക്കാൻ പറ്റും. എത്ര PG പഠിക്കുന്നവരും കോളേജിലുള്ളവർക്കും ചെറിയ നഴ്സറി സ്കൂളുകളിലുള്ളവർക്കും ഒക്കെ ഇത് കൊടുക്കാവുന്ന സ്കീമുകളാണ്. പക്ഷെ നിങ്ങൾ താല്പര്യം എടുത്ത് ചെയ്യാൻ തയ്യാറാണെങ്കിൽ ഈ പറയുന്ന ആനുകൂല്യങ്ങളാണ് ഇതിനകത്തൂടി ഉള്ളത്.
അധ്യാപകർക്കും എടുക്കാം, അനധ്യാപകർക്കും എടുക്കാം. അത് വേറെ ഇവരുടെ കൂടെയല്ല, വേറെ സെപ്പറേറ്റ് പോളിസി ആയിരിക്കും. ഇതേ കണ്ടീഷൻസ് ആണ് അതിനുള്ളത്, ഇതേ സമ്മർഷേഡ് ആണുള്ളത്. അപ്പൊ താല്പര്യമുള്ളവർക്ക് ന്യൂ ഇന്ത്യ അഷുറൻസിൽ വർക്ക് ചെയ്യുന്ന ഏതൊരു ഏജന്റിനെയും വിളിക്കാം. ഇല്ലെങ്കിൽ ന്യൂ ഇന്ത്യ അഷുറൻസുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അവർ കാര്യങ്ങൾ പറഞ്ഞു തരും. ഈ പോളിസി എടുത്തു വെക്കുന്ന എന്തുകൊണ്ടും നല്ലതാണ്. അത് സ്കൂൾ ബസ്സിലാണെങ്കിലോ ഇനി പ്രൈവറ്റ് ബസ്സിലാണെങ്കിലോ പുറത്തെവിടെയെങ്കിലും വെച്ചിട്ടാണെങ്കിലോ ഒക്കെ സംഭവിക്കുമ്പോഴും ചികിത്സാ ചെലവ് വരുന്നത് ഹൈ ചികിത്സാ ചെലവാണ് വരുന്നത്. അപ്പൊ അതിനെ നമുക്കൊന്ന് സപ്പോർട്ട് ചെയ്യാൻ നിസ്സാര പ്രീമിയത്തിൽ ഇത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ പൊതുജനങ്ങൾക്ക് അല്ലെങ്കിൽ നമ്മുടെ സ്കൂൾ കുട്ടികൾക്ക് വേണ്ടി കൊണ്ടുവന്നിരിക്കുന്ന ഏറ്റവും നല്ല ഒരു ആക്സിഡന്റൽ പോളിസിയാണ്. അപ്പം ഇത് കാണുന്നവര് താല്പര്യമുള്ളവര് എന്നെ വിളിക്കുകയോ അല്ലെങ്കിൽ ന്യൂ ഇന്ത്യയിൽ വർക്ക് ചെയ്യുന്ന ഏതൊരു ഏജന്റിനെ വിളിച്ചാലും നിങ്ങൾക്ക് ഇതിന്റെ കാര്യങ്ങൾ അറിയാം. ഇനി ന്യൂ ഇന്ത്യ അഷുറൻസിന്റെ ഓഫീസിൽ ചെന്നാലും എടുക്കാൻ പറ്റും, പറഞ്ഞ് മനസ്സിലാക്കി തരും. അപ്പൊ അതുകൊണ്ട് നമ്മൾക്ക് ഇതിന് എല്ലാവർക്കും എല്ലാ സ്കൂളുകളും എന്റെ അഭിപ്രായത്തിൽ പറയുകയാണെങ്കിൽ എല്ലാ സ്കൂളുകളിലെയും എല്ലാ കുട്ടികൾക്കും ഇത് എടുക്കണം എന്നാണ്. കാരണം ഒരു അപകടം വന്നിട്ട് നമ്മള് അവരെ സഹായിച്ചില്ല അല്ലെങ്കിൽ ചികിത്സാ ചെലവിന് വേണ്ടി ഒത്തിരി കാശായി ബുദ്ധിമുട്ടായി എന്നൊക്കെ പറയുന്ന ഒത്തിരി വാർത്തകൾ നമ്മൾ ഇതിങ്ങനെ കേൾക്കുന്നുണ്ട്. ആരും ഗവൺമെന്റ് സഹായിച്ചില്ല, സ്കൂളിൽ നിന്ന് സഹായം കിട്ടിയില്ല, മറ്റ് സന്നദ്ധ സംഘടനകൾ ഒന്നും സഹായിച്ചില്ല എന്നൊക്കെ പറയുന്നതിൽ ഭേദം ഇതുപോലത്തെ ചെറിയ ചെറിയ പ്രീമിയത്തിലുള്ള പോളിസികൾ എടുത്തു വെച്ചാൽ അവർക്കത് വലിയ ഉപകാരമായിരിക്കും. അപ്പൊ ഇത് കാണുന്നവര് മറ്റുള്ളവർക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. കഴിയുന്നത് ഈ വീഡിയോയും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം ഇതുപോലെയുള്ള കൊച്ചു കൊച്ചു പ്രീമിയത്തിലെ ഒത്തിരി പോളിസികൾ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ നമ്മുടെ സമൂഹത്തിന് വേണ്ടി കൊണ്ടുവരുന്നുണ്ട്. അത് നിങ്ങൾക്ക് ഞാൻ ഓരോന്നും ചെറിയ ചെറിയ വീഡിയോ ചെയ്ത് അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പൊ അത് കാണണമെങ്കിൽ നിങ്ങൾ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ നന്നായിരിക്കും. അപ്പം നന്ദി, നമസ്കാരം.